നമസ്കാരം, അജീഷാണ് ഇടുക്കി ചില്ലിസ് കേട്ടോ. അപ്പോൾ ഒരു പുതിയ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു കാഴ്ചയില്ലേ, ആ കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ കൊച്ചു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ രാജക്കാട് പോയിട്ട് കൊന്നത്തടി കൂടി നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വഴി സൈഡിൽ കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇരുന്നിട്ട് കപ്പ വാട്ടുന്ന ഒരു കാഴ്ചയുണ്ട്. ശരിക്കും ഇടുക്കിയുടെ ഒരു കാലഘട്ടത്തിലുള്ള ആഘോഷമായിരുന്നു കപ്പ വാട്ടൽ കേട്ടോ. എന്നാൽ ഇപ്പോൾ അതൊക്കെ നിന്നുപോയി. കാരണം കാട്ടുപന്നിയും അതുപോലെ എലിയുടെ ശല്യമൊക്കെ മൂലം കപ്പ കൃഷി തന്നെ ആളുകൾ അങ്ങ് ഉപേക്ഷിച്ചു. അപ്പോൾ അത് ഇവിടെ കപ്പ വാട്ടുന്ന ആ ഒരു കാഴ്ചകളും വിശേഷങ്ങളും ഉണ്ട്. ചെറിയ വീഡിയോ ആണ്, നമുക്കൊന്ന് കണ്ണു നോക്കിയാലോ. കൊന്നത്തടി കൂടി നേരെ കല്ലാറുകുട്ടിക്ക് പോകാൻ പറ്റുന്ന ഒരേ ഇടവഴിയാണ്. അപ്പം ഇവിടെ കുറേ വണ്ടിയും ആളുകളെല്ലാം ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കപ്പവാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിലെ ഇടുക്കിയിലെ ആളുകളുടെയൊക്കെ ഒരു ആഘോഷമായിരുന്നു. അയൽവക്കക്കാരും ബന്ധുക്കാരും നാട്ടുകാരും എല്ലാം കൂടി കപ്പ കുറച്ച് വലിയ പാറപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് വട്ടം അരിഞ്ഞ് വാട്ടി ഉണക്കി അങ്ങനെ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു 1.5 ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു കപ്പവാട്ടം കേട്ടോ. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല, അപൂർവമായിട്ടാണ് ഇങ്ങനെ ഒരു ദൃശ്യമൊക്കെ നമുക്ക് കിട്ടുന്നത്. കപ്പവാട്ടം എന്ന് പറയുന്നത് ഇടുക്കിക്കാരുടെ ഒരു ആഘോഷമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോഴും കപ്പവാട്ടം ഇങ്ങനെ അന്യം നിന്നൊന്നും പോയിട്ടില്ല കേട്ടോ. ആളുകളെല്ലാം കൂടി അയൽവക്കക്കാരും നാട്ടുകാരും എല്ലാം കൂടെ കൂടിയിട്ട് സന്തോഷങ്ങളും വർത്തമാനങ്ങളും വിശേഷങ്ങളും നാട്ടു വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന ഒരു രാവും പകലും ഒക്കെ ഇങ്ങനെ കപ്പ ചിരണ്ടി അത് മുറിച്ച് ചെമ്പിൻ്റെ അകത്തിട്ട് വാട്ടി അത് ഉണക്കിയെടുക്കും. അതാണ് പ്രോസസ്സിങ് കേട്ടോ. ഇവിടെ കണ്ടോ, ചേച്ചിമാരെല്ലാം കപ്പയുടെ പുറംതൊലി അങ്ങനെ ചീകിക്കളയാണ്. ചില സ്ഥലത്ത് അത് പൊടിച്ചിട്ടാണ് വാട്ടുന്നത് കേട്ടോ. പക്ഷേ ഈ പുറംതൊലി ചീകിക്കളയുന്ന കപ്പയ്ക്ക് ടേസ്റ്റ് കൂടുതലുണ്ടെന്നാണ് നമ്മുടെ ഈ കൃഷിക്കാര് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു ആഘോഷമാണ്. ഇവരുടെ നാട്ടു വർത്താനങ്ങളും വിശേഷങ്ങളും അതുപോലെ അയൽവക്ക കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ഒരു രാത്രിയൊക്കെ ഇങ്ങനെ കപ്പവാട്ടൊക്കെ ആയിട്ട് ചിരിയും വർത്താനവും കളികളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന കാഴ്ച പിള്ളേര് ഇതിന്റെ ഒരു സൈഡിലുണ്ടാവും കേട്ടോ. പിള്ളേർക്കും ഇതൊരു ആഘോഷം തന്നെയാണ്. എന്താണെങ്കിലും ചേച്ചിമാര് കപ്പവാട്ടനെ ആദ്യത്തെ ഒരു പ്രോസസ്സിങ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. സത്യത്തിൽ ഇത് തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുന്ന തൊട്ട ഒരു വീഡിയോ നമുക്ക് കിട്ടണമായിരുന്നു. പക്ഷെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുന്ന വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. നിത്യതൊഴിൽ അഭ്യാസം അല്ലേ, കൃഷിക്കാർക്ക് ഇതൊക്കെ പുല്ല് അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ചേട്ടൻ കപ്പരിയുടെ സ്പീഡ് കണ്ടോ. സത്യത്തിൽ കപ്പരിയണ ഇതൊരു വെറൈറ്റി മെഷീനാണ്. പാലായിൽ നിന്ന് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാക്കുവെട്ടി എന്നൊക്കെ നമ്മൾ പണ്ട് പറയാറില്ലേ, അതിന്റെ വേറെ രീതിയിലുള്ള ഒരു മെഷീൻ വെച്ചാണ് ഇപ്പൊ കപ്പരിയണെ. പണ്ട് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. പണ്ട് കപ്പക്കത്തി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ചുണ്ടൊക്കെ വളഞ്ഞ് വളരെ നൈസായിട്ട് കപ്പ ഇങ്ങനെ ചീന്തി എടുക്കാന്ന് നല്ലൊരു കത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ അതൊക്കെ പോയി, കാരണം ഇപ്പൊ കൃഷിക്കാർ തന്നെ ഇല്ലല്ലോ. ചേട്ടൻ്റെ പേരെന്താ? സന്തോഷം. പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് സൗകര്യമുള്ളിടത്തിൽ എവിടെയെങ്കിലും ഇത് നിർത്താനുള്ള പാറ അങ്ങനെയുള്ളതെല്ലാം കണ്ടെത്തിയിട്ട് അവിടെ കൊണ്ടുപോയി രാവിലെ 2 ദിവസം 3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ഉണ്ടാവും കപ്പവാട്ടൽ. അപ്പോൾ എല്ലാവരും സഹകരിച്ച് അതിന് കൂലിയോ കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് കൂലി കൊടുക്കുന്ന കൂലിക്കാരേ ഇല്ല. അന്ന് വെട്ടവും കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ വന്നിട്ട് പന്തമൊക്കെ കുത്തി വയ്ക്കും. കപ്പ വാട്ടുന്നിടത്തിൽ ചെമ്പ് അടുപ്പിരിക്കുന്നതിൻ്റെ ഭാഗത്ത് പന്തമൊക്കെ കൊളുത്തി വെച്ച് പിന്നെ പെട്രോൾ മാക്സ് കിട്ടും. പെട്രോൾ മാക്സ് അരിയുന്നിടത്തിലൊക്കെ പെട്രോൾ മാക്സ് അങ്ങനെയുള്ള സംഗതികളൊക്കെ സംഘടിപ്പിച്ചാണ് വെക്കുന്നത്. പിന്നെ ആഘോഷമാണ്, ഒരു ഉത്സവമാതിരിയാണ് പരിപാടി. ശരിക്കും നാട്ടുവിശേഷമൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇരിക്കും അല്ലേ. ഒരു രാത്രി ഒന്നല്ലെങ്കിൽ 2 രാത്രി, 1 2 രാത്രിയിലും 3 ദിവസം വരെ കണ്ടിന്യൂസ് ഇത് കപ്പവാട്ടൽ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഓരോരുത്തരെ ആയിരിക്കും കേട്ടോ, ഒരാളുടെ തന്നെ ആവില്ല. എല്ലാവരും കൂട്ടായ്മയോട് കൂടി ചെയ്യുമ്പോൾ പോയി എല്ലാവരും കൂടി പറിക്കുന്നു, കൊണ്ടോ കൂട്ടിക്കഴിഞ്ഞ് വട്ടം ഇരുന്ന് എല്ലാവരും കൂടി അരിഞ്ഞ് ഇറച്ചിയോ അല്ലെങ്കിൽ മീനും കപ്പയും ഒക്കെ പുഴുങ്ങി എല്ലാവരും കൂടി കഴിച്ച് പനങ്കള്ളൊക്കെ ഉണ്ടെന്ന് മാറ്റിയാരായും പനങ്കള്ള അന്നത്തെ കാലത്ത് കപ്പവാട്ട് പണ്ടത്തെ ശരിക്കും ഒരു ആഘോഷമായിരുന്നു അല്ലേ. അടിപൊളി ആഘോഷമാണ്. ഇത് ഏത് കാലഘട്ടത്തിൽ എന്നൊന്നും പറയാമോ നമ്മുടെ ആളുകൾക്കൊന്നും അറിയട്ടെ. ഇതാ ഒരു 50-60 കാലഘട്ടം, 60 കാലഘട്ടം, 70 കാലം തൊട്ട്. അപ്പൊ എന്റെ ഒക്കെ ഓർമ്മയിൽ ആ ഒരു വാട്ടർ ഇപ്പോഴും ഉണ്ട്. അതെ, കുഞ്ഞായിരുന്നപ്പോൾ ഉള്ളതാണ്. കണ്ടോ, ഇപ്പൊ തന്നെ ഇവിടെ ഒരു ആഘോഷമായിട്ട് മാറിയില്ലേ. ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ആ കപ്പയുടെ പണി അവർ ചെയ്യുന്നത് കേട്ടോ. ഈ കപ്പയുടെ പണി ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ആളുകൾ താഴെ വീഴുന്ന കപ്പ ഇങ്ങനെ വാരിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. തൊട്ടടുത്ത് കൊണ്ടോ കുറേ വേസ്റ്റ് വിറകുകൾ കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ അത് തെങ്ങിന്റെയും അതുപോലെ പഴയ മുരിക്കും ഒക്കെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ധാരാളം കീറാമുട്ടിയൊക്കെ കിട്ടുമായിരുന്നു. കാരണം അന്ന് കോടാലി കൊണ്ടൊക്കെ ആയിരുന്നല്ലോ നമ്മൾ വിറക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ കോടാലി കൊണ്ട് വെട്ടിക്കീറാത്ത കീറാമുട്ടികളൊക്കെ കപ്പ വെട്ടാൻ വേണ്ടി ഇങ്ങനെ മാറ്റി വെക്കും. അപ്പൊ കപ്പയൊക്കെ വാരിക്കൊണ്ട് പോയിട്ട് ഈ ചെമ്പ് കൂട്ടി
ചെമ്പല്ല അടുപ്പ് കൂട്ടിയിട്ട് അതിൻ്റെ മേളിൽ വലിയ ചെമ്പ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ വലിയ തീ കത്തിച്ച് വെള്ളം ചൂടാക്കി കപ്പ അതിൻ്റെ അകത്ത് ഇടുകയാണ് പ്രോസസ്സ് കേട്ടോ. എന്നാണെങ്കിലും ആ ഒരു പണി തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ബാക്കി കാഴ്ചകളും വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അല്ലേ. ഇതിലൂടെ പോയപ്പോൾ കണ്ടു കിട്ടുക ചാനലിൽ എടുത്തിടാന്ന് പറഞ്ഞിട്ട് പേരെന്നേട്ടാ? ഷിജു. നമ്മുടെ കപ്പയുടെ ഓർഡറാണ് കേട്ടോ. കപ്പയുടെ എടാ വീട് കപ്പ കർഷകനാണ്. കുട്ടായി എന്നതിൽ അറിയപ്പെടുന്നു. കുട്ടായി അല്ലേ. എത്ര ഏക്കർ കൃഷി ചെയ്തേട്ടാ? ഇതാണ് കേട്ടോ യഥാർത്ഥ കൃഷിക്കാരന്റെ വേഷം നിങ്ങൾ കണ്ടു. അല്ലാതെ നമ്മൾ വഴിയോരത്തൊക്കെ കയറുന്ന കൃഷിക്കാരെന്ന് അവകാശപ്പെടുന്നവരുടെ വേഷമല്ല. പണിയെടുക്കുന്നവരുടെ വേഷം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്താണെങ്കിലും നമ്മുടെ ഈ ഷീചേട്ടൻ നല്ലൊരു പാട്ടുകാരനാണ്. അപ്പൊ ഈ കപ്പപ്പണിയുടെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയ പാട്ട് കേട്ടാലോ? കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. പാവട്ടെ നമുക്ക് അവിചാരിതമായിട്ട് നമ്മുടെ യാത്ര ചെയ്ത വഴി കിട്ടിയതാണെങ്കിലും നല്ല കപ്പപ്പുഴുക്കും പന്നിയൊക്കെ ചേട്ടന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും തന്നു കേട്ടോ. എന്തായാലും കഴിച്ചിട്ട് നമുക്ക് കപ്പവാട്ടിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ കപ്പയൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഷീച്ചറിന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. കപ്പ കണ്ടപ്പോൾ പാട്ടിനെ മറന്നു എന്ന് പറയാൻ പറ്റും. ഏതാണെങ്കിലും ചേട്ടന്റെ പാട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല കലാകാരന്മാർ അങ്ങനെ കൃഷിപ്പണിയൊക്കെ ആയിട്ട് ഒളിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഇടുക്കി. നമ്മളങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടന്മാർ ഇതേ കപ്പയൊക്കെ ചുമന്നുകൊണ്ട് വന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരു 3 കൊട്ട കപ്പ അരിഞ്ഞത് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനി വലിയ ചെമ്പിന്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് എന്താ പറയണേ, ഏകദേശം 1 മണിക്കൂർ ആവി അടിച്ച്, ആവി എന്ന് പറഞ്ഞാൽ നിറഞ്ഞ വെള്ളം നിൽക്കില്ല, വെള്ളം കപ്പയ്ക്ക് താഴെയാണ് നിൽക്കുന്നത്. അങ്ങനെ അത് വേവിച്ച് വാട്ടിയെടുക്കുന്ന കാഴ്ചയാണ്. ഫുള്ള് വേഗില്ല, വാട്ടിയെടുക്കുക എന്ന് പറയും. കപ്പ വാട്ടുക എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ വാട്ടിയെടുക്കുന്ന കപ്പ പിന്നീട് കോരിയെടുത്തിട്ട് പാറപ്പുറത്തേക്ക് ഇട്ട് 2, 3, 4 ദിവസം കൊണ്ട് ഉണക്കിയെടുത്ത് സൂക്ഷിക്കും. അങ്ങനെയാണ് ഉണക്ക കപ്പയായിട്ട് നമ്മുടെയൊക്കെ കടകളിൽ നിന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ ഈ സാധനം എത്തുന്നത്. എന്താണെങ്കിലും ഇപ്പോഴത്തെ വില അനുസരിച്ച് ഇതൊന്നും മുതലാവില്ല കേട്ടോ. പച്ചക്കപ്പയ്ക്ക് വില ഉണ്ടെങ്കിലും കപ്പയ്ക്ക് വില കുറവ് തന്നെയാണ്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ കപ്പ അങ്ങനെ വാടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വാടിയ കപ്പ പിന്നീട് ഇളക്കിയെടുക്കുകയാണ്. കാരണം എല്ലായിടത്തും ഒരേപോലെ വാടാൻ വേണ്ടിയാണ്. ഇളക്കിയിടും ഈ നമ്മൾ കപ്പ ഇട്ടതിന് ശേഷം. പിന്നീട് അത് കോരിയെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. കോരിയെടുക്കണ വേറെ ഒന്നും കൊണ്ടല്ല, ചൂരൽ കൊട്ടയും കൊണ്ടാണ് കപ്പ കോരിയെടുക്കുന്നത്. ഈ ചൂരക്കൊട്ട അങ്ങനെ തിളച്ച കപ്പയ്ക്കകത്തേക്ക് ഇട്ട് കോരിയെടുക്കുമ്പോൾ ആവിയൊക്കെ പറന്നു പോകുന്ന കാഴ്ച അല്ലേ, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ കോരിയെടുത്തിരിക്കുന്ന കപ്പ തൊട്ടടുത്തുള്ള കൊട്ടയിലേക്ക് മാറ്റിയിട്ട് ആ കൊട്ട പിന്നീട് ആളുകൾ കൂടി ചുമന്ന് പാറപ്പുറത്തോ അല്ലെങ്കിൽ വാർക്ക വീടിന്റെ ടോപ്പിലൊക്കെ ഇട്ട് കപ്പ ഉണക്കിയെടുക്കും. പണ്ട് പാറപ്പുറം ഉള്ളോളം നോക്കിയായിരുന്നു കപ്പ വാട്ടലുണ്ടായിരുന്നത്. കാരണം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വാർക്ക വീടൊന്നും ഇല്ലായിരുന്നല്ലോ. എല്ലാം ഓടിട്ടതും പുല്ലുമേഞ്ഞതുമായിട്ടുള്ള വീടുകളൊക്കെ ആയിരുന്നു. അപ്പം ഈ കപ്പ എന്താണെങ്കിലും തൊട്ടടുത്തുള്ള വാർക്ക വീടിന്റെ മേളിലാണ് ഇടുന്നത്. ഞങ്ങൾ പരിചയപ്പെട്ടപ്പോഴുണ്ടല്ലോ, ഞങ്ങൾ ഒരു പരിചയക്കാരായി അല്ലേ, സുഹൃത്തുക്കളായി. നമ്മൾ ഇതിനു മുമ്പും പരിചയപ്പെട്ടിട്ടുണ്ട്. അതെ അതെ അതെ. ചേട്ടൻ നല്ലൊരു കൃഷിക്കാരനാണ്. എന്നാലും അവിചാരിതമായിട്ടാണ് നമുക്ക് കണ്ടുമുട്ടാൻ പറ്റിയത്. അപ്പോൾ ചേട്ടൻ്റെ പാട്ടും കപ്പ കൃഷിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ ഫേസ്ബുക്ക് പേജ് ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അതും കയറി ഒന്ന് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.